ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. കൂടാതെ കാർ വാഷിനും പോകുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ഇവിടുത്തെ കാർ വാഷ് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പോകുകയില്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചേ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ഞാനും നിസാറും മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾ ഷോപ്പിൽ പോകാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കണത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇന്ന് ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അതേ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉള്ളത്. വെജിറ്റബിൾ മാത്രമല്ല ഫ്രൂട്ട്സും ഉണ്ട് ഈ ഒരു ഷോപ്പിലായിട്ട്. അപ്പോൾ അതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഈ കാണുന്നതാണ്ടോ ഷോപ്പ്, ഫാർമേഴ്സ് മാർക്കറ്റ് എന്നാണ് പേര്. ഫാമിലി പ്രൊഡക്റ്റുകളൊക്കെ ആണെന്നൊക്കെയാണ് പറയണ. എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ അതേ ഷോപ്പിൻ്റെ അകത്ത് കയറി. നല്ല ഭംഗിയിലാണ് കേട്ടോ, നല്ല വൃത്തിയോട് കൂടിയാണ് ഇതെല്ലാം ഇവരിങ്ങനെ അടക്കി വെച്ചേക്കണം. എല്ലാം കണ്ടിട്ട് നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ്. ഡാമേജഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നേ. പിന്നെ മാത്രമല്ല അത്യാവശ്യം നല്ല വില കുറവുണ്ട് കേട്ടോ ഇവിടുത്തെ വെജിറ്റബിളിനും ഫ്രൂട്ട്സിനൊക്കെ. ഇത് പഴങ്ങളുടെയൊക്കെ സെക്ഷനാണ്. ഇവിടെ എന്താ പറയുക, റോബസ്റ്റും പിന്നെ മറ്റേ ബനാന എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊക്കെ അറിയാത്ത ഏതോ ഒരു നട്ടാണ് കേട്ടോ. നട്ട്സിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തോട് പൊട്ടിച്ചിട്ട് എടുക്കണ ഏതോ ഒരു നട്ട്സാണെന്ന് തോന്നണം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ, ചെസ്റ്റ് നട്ട് എന്നാണ് അതിന് ഇട്ടേക്കണ പേര്. നിങ്ങളാർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള സവാളുകൾ, ഉരുളക്കിഴങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പിലുള്ളത്. ചില വെജിറ്റബിൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഈ ബേബി പൊട്ടറ്റോ, ബേബി ബീട്രൂട്ട്, ബേബി ക്യാബേജ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബേബി ക്യാരറ്റ്, അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കെ. പിന്നെ ഇതൊക്കെ പല നട്ട്സുകളുടെ വർഗ്ഗത്തിൽ പെട്ടതൊക്കെയാണോ, ഇങ്ങനെ തോടുള്ള ടൈപ്പ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള തോടുള്ള കപ്പലണ്ടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതാണ്. നല്ല രസമുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ്, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട്. നല്ല ഫ്രഷ് സാധനവും കിട്ടും, അത്യാവശ്യം വില കുറവും ഉണ്ട്. മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വില കുറവുണ്ട് അവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കണത്. നമ്മളിപ്പോൾ വന്നേക്കണത് കാർ വാഷ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അങ്ങനെ കഴുകാനുള്ള സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാർ വാഷിൽ വന്നിട്ടാണ് കഴുകണത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ കാർ വാഷ് ചെയ്യണ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു സംഗതി കണ്ടേ. ഇവിടെ ഒരു ബോക്സ് കണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൊണ്ടുപോയി ഇടാം കേട്ടോ. അവരത് ആവശ്യമുള്ളവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനത്തെ ചില സംവിധാനങ്ങളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിലേ അതിങ്ങനെ ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബോക്സുകളൊക്കെ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ദേ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവരിങ്ങനെ ഫുള്ള് ഇങ്ങനെ വാഷ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകവും പുറമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അകത്താണ് ഫുള്ളും ക്ലീൻ ചെയ്യുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിങ് ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു അതിശയം തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഈ കാർ വാഷ് ചെയ്യണതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു റൂമുണ്ട്, അവിടെയാണ് കേട്ടോ കയറിയേക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഫുള്ള് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ടേക്കണോണ്ടിട്ടേ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ഫുള്ള് വെള്ളവും സോപ്പിൻ്റെ പതയുമൊക്കെ ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഫുള്ള് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ടാട്ടോ ഗ്ലാസ് ഇങ്ങനെ, അതായത് കണ്ടില്ലേ ഈ ഒരു പാസേജിലാണ് ഞാനിങ്ങനെ നിന്നിട്ട് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്രോസസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതേ കാറിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അവരിങ്ങനെ അതിൻ്റെ ആ ഒരു അകമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയണത്.
കണ്ടില്ലേ അവർ ചെയ്യണത്. അതിനുശേഷം ആ കാർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വരും കേട്ടോ. നല്ല രസമുണ്ട് അതിങ്ങനെ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, കാർ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇങ്ങനെ വെള്ളവും പതയും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇതുമാതിരത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ്ടോ അതിങ്ങനെ കഴുകണത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. ഫുള്ള് മെഷീൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ. എന്നിട്ട് അത് ഫുള്ള് ഇങ്ങനെ അത് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണതാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഈ സോപ്പിൻ്റെ പതയൊക്കെ ഗ്ലാസ്സിലേക്ക് തെറിക്കണ കാരണം നമുക്ക് ക്ലിയർ അല്ല വീഡിയോ എടുക്കണതെങ്കിലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത ബ്രഷാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തേച്ചൊരച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കണതാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഫുള്ള് ഇങ്ങനെ പതയൊക്കെ ഇങ്ങനെ പതപ്പിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മെഷീൻ ബ്രഷാണത്. വെള്ളം ഒഴിക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അതൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ടയർ. എന്നിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാനും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എന്നാലല്ലേ അത് എന്താണ് ചെയ്യണേന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം അതിനെ വീണ്ടും വെള്ളം ഒഴിക്കുന്നു, വീണ്ടും അടുത്ത ബ്രഷ് വരുന്നു. ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നീളത്തിൽ അറ്റം വരെയും പല ടൈപ്പ് ബ്രഷുകൾ പല രൂപത്തിൽ നല്ല വലുപ്പത്തിലാണ് ആ കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഒട്ടും കാണാനേ പറ്റണില്ല. ഫുള്ള് ഇങ്ങനെ പത തെറിച്ചിട്ടേ കണ്ടില്ലേ, ഗ്ലാസ്സൊക്കെ ആകെ ഇതായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ എനിക്കറിയില്ല, ഞാൻ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇവിടെ എങ്ങനെയാണ് കാറ് വാഷ് ചെയ്യണേന്ന് ഒന്ന് അറിയണമല്ലോ, നിങ്ങൾ അപ്പോൾ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. കാറിനെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് അത് വരുന്നതെന്ന്. ഞാനിപ്പോൾ വേഗം തന്നെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് കാണാൻ വേണ്ടി. കണ്ടില്ലേ, അതിങ്ങനെ ഈ രൂപത്തിലായിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു മണവാളനെ പോലെ ആയിട്ടുണ്ടല്ലേ, കുളിപ്പിച്ച് സുന്ദരനാക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പയ്യൻ ഇതിനെ തുടച്ചെടുക്കും കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ആ അറ്റത്തു നിന്നാണ് ആ കാറ് വന്നത്. അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്തോന്ന് തന്നെ സംശയമുണ്ടോ. വളരെ വേഗത്തിലാണ് ഈ ഒരു പരിപാടി നടന്നത്. അതിനുശേഷം ഈ പയ്യൻ ഒരു സൈഡ് തുടച്ചു, മറ്റേ സൈഡ് തുടക്കാൻ വേറൊരു പയ്യനും കൂടി ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാർ വാഷുകൾ. പിന്നെ മാത്രമല്ല ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പാക്കേജാണ് കേട്ടോ. ഇങ്ങനെ കാറ് ഇങ്ങനെ വാഷ് ചെയ്യണതിൻ്റെ അകവും പുറവും പിന്നെ ഇതിൻ്റെ ഓരോരോ പാർട്സുകളും ഒക്കെ ക്ലീൻ ചെയ്യണതിന് ഇങ്ങനെ ഓരോരോ പാക്കേജ് രൂപത്തിലാണ്. അത് 6 മാസം, 1 വർഷം, ഇത്ര മാസം അങ്ങനെയൊക്കെയാണ് ഇവിടെ പാക്കേജുകളുള്ളത്. എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അതിശയം തോന്നിയിട്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ കാറ് അങ്ങനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അവിടെ വന്നതിന് ശേഷം വീണ്ടും 3-4 പേരും കൂടി വീണ്ടും അതിനെ പൊതിഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കണേണ് കാണുന്നത്. എത്ര പേരാണെന്ന് പറഞ്ഞാൽ അതിനെ ഒരു കാറിനായിട്ട് ഇങ്ങനെയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കണത്. കുറേ 3-4-5 പേര് കൂടിയാണ് അതിനെ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കണ കാണുന്നത്. ഇതാണ് കേട്ടോ ആ കാറ് വന്ന സ്ഥലം. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ചിലപ്പോൾ ബ്രഷ് എന്നെ അങ്ങോട്ട് വരച്ചാലോ, അതുകൊണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ തുമ്പത്താണ്ടോ നിന്നേ. കാരണം പറയാൻ പറ്റില്ലല്ലോ, അത് മെഷീനല്ലേ. അപ്പോൾ നിസാർ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു അതിന് വേറെ പാക്കേജാണ്, അത് അങ്ങനെയൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓരോന്നിനും ഓരോ രീതിയാണ്. അതാണ് ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നത്. അങ്ങനെ നമ്മളങ്ങനെ കാറൊക്കെ വാഷ് ചെയ്തു, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ സ്വന്തമായിട്ടൊക്കെ കാറ് വാഷ് ചെയ്യാനുള്ള ഒരു സ്ഥലം. അതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് ഞാൻ ആ ഒരു ബിന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡ്രസ്സൊക്കെ ഇടണ ഒരു ഇതുണ്ടെന്ന് ടിണ്ണ്. ആ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രൗൺ കളറിലൊരു ടിണ്ണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ ഡ്രസ്സുകളോ പ്രായഭേദമന്യേ ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് അതിൽ കൊണ്ടുവന്ന് ഇടാം കേട്ടോ. അത് അതിലിങ്ങനെ ഇടുകയാണെങ്കിൽ അവർ ആവശ്യക്കാർക്ക് അത് കൊടുക്കും. അത് നല്ലൊരു കാര്യമാണല്ലേ. ഞങ്ങൾ കൊണ്ടുവന്ന് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഡ്രസ്സുകൾ. കാരണം നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതൊക്കെ നമുക്ക് അങ്ങനെ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ. അതിനുശേഷം നമ്മളിപ്പോൾ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. ഇവിടുത്തെ പെട്രോൾ പമ്പുകളിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടാവും കേട്ടോ.
പിന്നെ മാത്രമല്ല നിങ്ങളുടെയൊക്കെ പേര് കേൾക്കാൻ നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പേരുണ്ടാ. ഇപ്പം നമ്മൾ കയറിയേക്കുന്നത് ക്വിക്ക് ചെക്ക് എന്ന് പറയുന്ന ഒരു പമ്പിലേക്കാണ്. ഇതിനു മുമ്പ് ഞാൻ ഷെല്ലെന്ന് പറയുന്ന ഒരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പേരുകൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ പേരിനോട് ചേർന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടാവും ആ ഒരു പമ്പിൻ്റെ അകത്തായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഉണ്ടെങ്കിൽ നടത്താം കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാർ വാഷിന് സാധാരണ ഞാനങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പിള്ളേരും ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ എന്തായാലും എനിക്കും കാണാൻ പറ്റി, ആ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പോകാറില്ല അങ്ങനെ. നിസാറ് പോയിട്ട് കാർ വാഷ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ നമ്മൾ വീടുകളിലാണല്ലോ നമ്മൾ ചെയ്യാറ്. ഇവിടെയൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ വീട്ടിലൊക്കെ വെച്ച് കാർ വാഷ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല, നമുക്ക് പുറത്തു പോയി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തോ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി, എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ അമേരിക്കൻ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.